ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അവസാന T20 മത്സരത്തിൽ മലയാളി താരമായുള്ള സഞ്ജു സാംസണ് അദ്ദേഹത്തിന്റെ വിരലിന് പരിക്കേറ്റിരുന്നു. എന്നാൽ ഈ പരിക്കിനെ തുടർന്ന് ഇപ്പോൾ എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അദ്ദേഹത്തിന് IPL തുടക്കത്തിലെ 3 മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏതായാലും വളരെയധികം സങ്കടകരമായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. തുടക്കത്തിലെ 3 മത്സരങ്ങൾ സഞ്ജുവിന് നഷ്ടമാവുക എന്നുള്ള കാര്യം നോക്കുമ്പോൾ വളരെ രാജസ്ഥാൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശാജനകമായിട്ടൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, അവസാന T20 മത്സരത്തിൽ ജോഫ്ര ആർച്ചറിന്റെ ഒരു പന്ത് അദ്ദേഹത്തിന്റെ സഞ്ജു സാംസന്റെ വിരലിന് കൊള്ളുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് പരിക്കേൽക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വിരലിന് പൊട്ടൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ നിരാശാജനകമായിട്ടൊരു കാര്യം തന്നെയാണ്. ഇനി സഞ്ജു സാംസന് IPL കളിക്കാൻ ക്ലിയറൻസ് ലഭിക്കണമെങ്കിൽ NCAയുടെ ഫിറ്റ്നസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിക്കണം. എന്നാൽ എത്ര സമയം പിടിക്കുക, എത്ര പെട്ടെന്ന് അദ്ദേഹത്തിന് ഫിറ്റ്നസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ പരിക്കുമാറി കിട്ടുമോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ മറ്റൊരു കാര്യം, ചില ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. സഞ്ജു സാംസന് ഈ IPL സീസൺ മുഴുവനായിട്ട് നഷ്ടമായേക്കുമെന്നുള്ള പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് ഒരിക്കലും മുഴുവൻ സീസണൊന്നും നഷ്ടമാകില്ല. ആദ്യത്തെ 3 മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, രാജസ്ഥാൻ റോയൽസ് ആവട്ടെ ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. പല താരങ്ങളും രാജസ്ഥാന്റെ ക്യാമ്പിലെത്തി ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. നിതീഷ് റാണ, അതുപോലെ കുമാർ കാർത്തികേയ പോലത്തെ പല താരങ്ങളും ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും സഞ്ജു സാംസന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. എത്രയും പെട്ടെന്ന് അദ്ദേഹം പരിക്ക് മാറി അദ്ദേഹം തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഏതായാലും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.